പല്ലവി അവനെ തന്നെ നോക്കി കാണുമായിരുന്നു. അവനിലെ എന്തോ തന്നെ അവനിലേക്ക് മാത്രമായി വലിച്ചടിപ്പിക്കുന്നതായി തോന്നി. അവൻ്റെ തീഷ്ണതയേറിയ കണ്ണുകളാണോ, അതോ അവനിലെ സൗന്ദര്യത്തെ കൂടുതൽ ശോഭയുള്ളതാക്കി മാറ്റുന്ന അവൻ്റെ കവിൾ തടങ്ങളിൽ പറ്റി ചേർന്നിരിക്കുന്ന കുറ്റിത്താടി രോമങ്ങളാണോ, അതുമല്ലെങ്കിൽ ആ അരടിപ്പൊക്കത്തിൽ തൻ്റെ മിത്തുമോളെ ചേർത്ത് പിടിച്ചിരിക്കുന്ന നെഞ്ചാണോ? പക്ഷേ അറിയില്ല അവൾക്ക് തന്നെ. സൗഹൃദമാണോ പ്രണയമാണോ എന്ന് പോലും അറിയാത്തൊരു വികാരം തൻ്റെ ഉള്ളിൽ അയാളെ കണ്ടതും അറിയാതെ മുട്ടിട്ടൊന്നു പോലെ. അവൾ തൻ്റെ ഒരു കൈ ഹൃദയത്തോട് ചേർത്ത് വെച്ചു. അപ്പോഴും ഹൃദയം പടപടാന്ന് തുടിച്ചുകൊണ്ടിരിക്കുവാണ്. അവളുടെ അതേ അവസ്ഥയിലായിരുന്നു കണ്ണനിലും. തൻ്റെ അനാമികയ്ക്ക് ശേഷം അവളെപ്പോലെ ആർക്കും തന്നെ അവൻ്റെ മനസ്സിലേക്ക് കടന്നു ചെല്ലാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ തനിക്ക് മുന്നിൽ നിൽക്കുന്ന പെൺകുട്ടി, അവൾക്ക് ശരിക്കും തൻ്റെ അനാമികയുടെ സാമ്യം എവിടേക്കോ തോന്നുന്നുണ്ടായിരുന്നു. തനിക്ക് മുന്നിൽ തൻ്റെ പ്രണയം വീണ്ടും വന്നു നിൽക്കുന്നതായി തോന്നി. അവൻ്റെ വായിൽ നിന്നും അനാമിക എന്ന പേര് പുറത്തേക്ക് വന്നു. അവൻ വേഗം തന്നെ അവൾക്കരികിൽ വന്നു നിന്നു. മിത്തുമോൾ അവൻ്റെ ഷർട്ടിൽ പിടിച്ച് അവൻ്റെ നെഞ്ചോരം ആ ഒറ്റപ്പല്ല് വെച്ച് ഉരസുന്നുണ്ട്. അതുപോലും അറിയാതെ അവൻ അവളെ തന്നെ നോക്കി നിന്നു. കണ്ണൻ്റെ പിയ രാമനാഥൻ്റെ സാർ എന്ന വിളിയാണ് അവനെ അവളിൽ നോട്ടത്തിൽ നിന്നും മുക്തിയാക്കിയത്. സർ, ഇത് പല്ലവി, ഇന്ന് ഇൻ്റർവ്യൂവിന് വരുന്നു എന്ന് പറഞ്ഞിരുന്നില്ലേ? ആ കുട്ടിയാണ്. പല്ലവി കർണൻ്റെ അടുത്തേക്ക് വന്ന് മിത്തുമോളെ എടുക്കാനായി കൈകൾ ഉയർത്തി. എന്നാൽ അത് കണ്ടിട്ടും ആ കാന്താരി അവളിലേക്ക് പോകാതെ അവനെ തന്നെ പറ്റിപ്പിടിച്ചിരുന്നു. അവൾ വീണ്ടും കുറച്ച് ബലത്തോടെ എടുക്കാൻ നോക്കിയതും ആ കാന്താരി അവൻ്റെ കയ്യിലിരുന്ന് ചിണുങ്ങാൻ തുടങ്ങി. ഞാൻ അവളൊന്നും ചെയ്യില്ല, വെറുതെ കരയിപ്പിക്കേണ്ട അവളെ. അത്രയും പറഞ്ഞ ശേഷം കർണൻ അവളെയും കൊണ്ട് ചെയറിൽ പോയിരുന്നു. ഇൻ്റർവ്യൂവിന് അവളോട് ചോദിക്കണമെന്ന് കരുതിയ ഒരു ചോദ്യങ്ങളും അവന് ചോദിക്കാൻ കഴിഞ്ഞില്ല. എന്തോ തൻ്റെ അനാമികയാണ് അതെന്ന് വീണ്ടും തോന്നിപ്പിച്ചത് കൊണ്ടാവാം. പല്ലവിയുടെ കയ്യിലിരുന്ന് ബയോഡാറ്റയും സർട്ടിഫിക്കറ്റും മറ്റും വാങ്ങി അവനടുത്ത് നിന്ന് രാമനാഥനെ ഏൽപ്പിച്ചു. പിന്നെ നാളത്തോട് ജോലിക്ക് കയറാൻ പറഞ്ഞു. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം രാമനാഥൻ പറയുമെന്നും പറഞ്ഞു. പല്ലവി അവൻ്റെ ഓപ്പോസിറ്റിട്ടിരുന്ന ചെയറിൽ നിന്നും എണീറ്റതും പോകാതെ അവിടെ തന്നെ നിന്നു. ഞാൻ പറഞ്ഞില്ലേ, ബാക്കി ഇവിടുത്തെ കാര്യങ്ങൾ തന്നെ ജോലി. എന്തും രാമനാഥൻ പറഞ്ഞു തരുന്നതായിരിക്കും. തനിക്ക് പോകാം. അതല്ല എൻ്റെ മോൾ. കണ്ണൻ അപ്പോഴാണ് തൻ്റെ കരങ്ങൾക്കുള്ളിൽ ഭദ്രമായിരുന്നുറങ്ങുന്ന മിത്തുമോളെ കാണുന്നത്. അവളിൽ നിന്നും കണ്ണെടുക്കാനേ തോന്നിയില്ല അവനും. ഒരു പിങ്ക് കളർ മുയൽ ചെവിയുള്ള ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. അവളുടെ ആ കുഞ്ഞു നെറ്റിത്തടം മറച്ചുകൊണ്ട് നിറയെ മുടയിഴകൾ സ്ഥാനം പിടിച്ചിട്ടുന്നു. വെളുത്തു തുടുത്ത ഒരു ഗുണ്ടുമല്ലിയായിരുന്നു അവൾ. ആര് കണ്ടാലും കണ്ണെടുക്കാതെ നോക്കിപ്പോകും. അത്രമാത്രം സൗന്ദര്യം അവളിൽ അളവില്ലാതെ നിറഞ്ഞു നിന്നു. ശരിക്കും കണ്ണൻ അവളെ കുറച്ചുകൂടെ നോക്കി കാണുമായിരുന്നു. അവനറിയാതെ തന്നെ അവൻ്റെ ചുണ്ടുകളിൽ ആ മുത്തുമണിക്കായി ഒരു ചിരി വിരിഞ്ഞു. അവൻ പോലും അറിയാതെ അവൻ്റെ ചുണ്ടുകൾ അവളുടെ മൂക്കിൻ തുമ്പിൽ ഒരു ഉമ്മയായി സ്ഥാനം പിടിച്ചു. രാമനാഥിന് അവൻ ഓരോ പ്രവൃത്തിയും അതിശയമായിട്ടാണ് തോന്നിയത്. ഒരുപക്ഷെ അവൻ്റെ സ്ഥാനത്ത് വേറെ ആയിരുന്നാലും ഇതുപോലെ ചെയ്യുകയുള്ളൂ എന്നാവും അയാളും കരുതിയത്. കാരണം അത്രമാത്രം ഓമനത്വം തുളുമ്പുന്ന മുഖമായിരുന്നു മിത്തുമോളുടേത്. പല്ലവി ഒന്നും മിണ്ടാതെ നോക്കി കാണുമായിരുന്നു. തൻ്റെ മിത്തുമോളെ ചേർത്ത് പിടിക്കേണ്ട സ്വന്തം അമ്മ പോലും അവളെ വേണ്ടെന്ന് വെച്ചുപേക്ഷിച്ചു. എന്നിട്ടും ആരെന്നും അറിയാത്ത ഒരാൾ തൻ്റെ മിത്തുമോളെ ചേർത്ത് പിടിക്കാൻ മനസ്സ് കാണിച്ചിരിക്കുന്നു. തന്നിലെ ഒരു സമയത്തെ പ്രണയമായി മാറിയ അവളുടെ എല്ലാമായ അരവിന്ദേട്ടൻ പോലും ആ കുഞ്ഞിനെ കൊല്ലാൻ നോക്കി. അരവിന്ദൻ്റെ പേര് അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നതും അവൾ അവൻ്റെ ഓർമ്മകൾ മനസ്സിൽ നിന്നും തിരസ്കരിച്ചു. പാടില്ല, ഒരിക്കലും ഇനി അയാൾ തൻ്റെ ജീവിതത്തിലില്ല. തൻ്റെ മിത്തുമോളെ ഉപേക്ഷിച്ചു പോയ ചേച്ചിയേക്കാൾ അവളെ ഈ ലോകത്ത് വെറുക്കുന്നുണ്ടെങ്കിൽ അത് അവനെയാണ്. ജീവിതത്തിൽ തനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റായിരുന്നു എന്നറിഞ്ഞതും അവൾ സ്വയം ആ തെറ്റിനെ തിരുത്തി എഴുതി. അപ്പോൾ തന്നെ ആ അധ്യായവും അവിടെ കഴിഞ്ഞു. ഇത് പുതിയ പല്ലവിയാണ്. മിത്തുമോൾക്ക് മാത്രമായി ജീവിക്കുന്ന മിത്തുമോളുടെ മാത്രം അമ്മ. അതാണ് ഇന്നിവിടെ നിൽക്കുന്ന ഈ പല്ലവി. മനസ്സിൽ പലതും ആലോചിച്ച് അവിടെ തന്നെ നിൽക്കുമ്പോൾ കണ്ണൻ്റെ സൗണ്ട് ഉയർന്നു കേൾക്കുന്നത്. അവൾ ഓർമ്മകളിൽ നിന്നും അവളെ തന്നെ വേഗം മോചിപ്പിച്ചുകൊണ്ട് അവനിലേക്ക് നോക്കി. താനെന്താ ആലോചിച്ച് നിൽക്കുക? കുഞ്ഞുറങ്ങിയത് കണ്ടില്ലേ? അപ്പോഴാണ് അവൻ്റെ കയ്യിലിരുന്നുറങ്ങുന്ന മിത്തുമോളെ അവൾ കാണുന്നത്. അവൾ വേഗം പോയി മിത്തുമോളെ തൻ്റെ കൈകളിലാക്കി വേഗം അവിടെ നിന്നും തൻ്റെ ബാഗ് എടുത്ത് പുറത്തേക്ക് നടന്നു. മിത്തുമോളെ അവനിൽ നിന്നും അവൾ എടുത്തുകൊണ്ട് പോകുമ്പോൾ തന്നിൽ നിന്നും തനിക്കേറെ പ്രിയപ്പെട്ടതെന്തോ അവൻ്റെ അനുവാദം ചോദിക്കാതെ അവനിൽ നിന്നും അടർത്തി മാറ്റി കൊണ്ടുപോകുന്നത് പോലെ തോന്നി ആ നിമിഷം അവന്.
അർച്ചനയും സൂര്യയും നേരത്തെ തന്നെ അവിടെ വർക്ക് ചെയ്യുന്നവർ ആയതുകൊണ്ട് പല്ലവിയോട് ഫ്ലാറ്റിലേക്ക് പോയിക്കോളാൻ പറഞ്ഞു. മിത്തുമോളെയും കൊണ്ട് ആദ്യമായാണ് പല്ലവി ഒറ്റയ്ക്ക്, അതും പരിചയമില്ലാത്ത നഗരത്തിലൂടെ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഓട്ടോ പിടിച്ച് അവൾ ഫ്ലാറ്റിലേക്ക് വന്നു. മിത്തുമോൾ കർണന്റെ കയ്യിലിരുന്ന് ഉറങ്ങാൻ തുടങ്ങിയതാണ്. ഇതുവരെയായിട്ടും എണീറ്റിട്ടില്ല. അവളെ പല്ലവി ഉണർത്താതെ പതുക്കെ ബെഡിലേക്ക് കിടത്തി. താഴെ വീഴാതിരിക്കാൻ സൈഡിൽ പില്ലോയും വെച്ചു. കുറച്ചു നേരം ഉറങ്ങിക്കിടക്കുന്ന മിത്തുമോളെ തന്നെ ഇമിച്ചിമ്മാതെ നോക്കി നിന്നതിന് ശേഷം അവൾ അടുക്കളയിലേക്ക് പോയി. വൈകുന്നേരത്തേക്കുള്ള ഫുഡ് റെഡിയാക്കുന്നതിന്. മിത്തുമോൾ എണീറ്റു കഴിഞ്ഞാൽ പിന്നെ തന്നെ ഒന്നിനും അനുവദിക്കുന്നില്ലെന്നറിയാം. അതുകൊണ്ട് തന്നെ അവൾ എഴുന്നേൽക്കുന്നതിന് മുന്നേ എല്ലാം ചെയ്തു തീർക്കണമായിരുന്നു. എല്ലാം ഒരുവിധം ഒരുക്കി വെച്ചതിന് ശേഷം പല്ലവി മിത്തുമോൾ എണീക്കാറായോ എന്നറിയാൻ റൂമിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് ഹോളിലെ മേശപ്പുറത്ത് നിന്ന് തൻ്റെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങിയത്. പല്ലവി വേഗം പോയി ഫോൺ കയ്യിലെടുത്തു. ഫോണിലെ ഡിസ്പ്ലേയിൽ പതിഞ്ഞ പേര് കണ്ടതും പല്ലവിയിൽ ദേഷ്യവും ഭയവും ഒരുപോലെ മിന്നി മറഞ്ഞുകൊണ്ടിരുന്നു. ഫോൺ ഫുൾ റിങ് ചെയ്ത് തീരുന്നത് വരെയും അവൾ എടുത്തില്ല. കോൾ താനെ കട്ടായെന്ന് കണ്ടതും അവൾ ഫോൺ തിരിച്ച് മേശപ്പുറത്ത് തന്നെ വെക്കാൻ പോകുമ്പോൾ വീണ്ടും അവളുടെ കയ്യിലിരുന്ന ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി. അവസാനം അവൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് മേശപ്പുറത്ത് വെച്ചിട്ട് മിത്തുമോൾ കിടക്കുന്ന ബെഡിൻ്റെ സൈഡിലായി വന്നിരുന്നു. അവളുടെ ഉള്ളിൽ ആ നിമിഷം പല ചോദ്യങ്ങളും കടന്നുപോയിക്കൊണ്ടിരുന്നു. അരവിന്ദ്, അയാൾ എന്തിനാ തന്നെ വിളിക്കുന്നേ? തൻ്റെ ഉറച്ച നിലപാട് അയാളോട് പറഞ്ഞിരുന്നതാണ്. മിത്തുമോളെയും കൊണ്ട് ആൺതുണയില്ലാത്ത ആ വീട്ടിൽ ഒറ്റയ്ക്ക് തനിച്ചിനി ജീവിക്കാൻ കഴിയില്ലെന്ന് അറിഞ്ഞതുകൊണ്ടാണ് അർച്ചനയ്ക്കും സൂര്യയ്ക്കും ഒപ്പം ഇങ്ങോട്ട് വന്നത്. ഇവിടെയെങ്കിലും അയാളുടെ ശല്യം കാണില്ലെന്ന് കരുതിയിരിക്കുമ്പോഴാണ് അയാളിൽ നിന്നും ഫോൺ കോൾ വരുന്നത്. ജീവിതത്തിൽ തനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റായിരുന്നു അരവിന്ദ്. അത്യാവശ്യം നന്നായി പഠിക്കുന്ന ആളായിരുന്നു പല്ലവി. +2 പഠിക്കുന്ന സമയത്ത് പവിത്ര മോഡലിങ്ങും ചെറിയ ചെറിയ റോളുകൾ ഫിലിമിൽ ചെയ്തു വരുന്ന സമയം. സത്യൻ്റെ വാക്കുകൾക്കൊരിക്കലും പവിത്ര വില കൽപ്പിച്ചിരുന്നില്ല. അച്ഛൻ എന്ന നിലയ്ക്ക് പവിത്രയെ തൻ്റെ കൈക്കുള്ളിൽ നിർത്തി വളർത്താൻ കഴിയാതെ പോയതിൽ സത്യന് അതൊന്നും ഒരു പരാജയമായിരുന്നു. ഒരിക്കൽ വൈകി വീട്ടിലേക്ക് കയറി വന്ന അവളെ തള്ളാനൊരുങ്ങിയ സത്യൻ്റെ കയ്യിൽ അവൾ പിടിച്ചു. പിന്നെ അത് വലിയ വാക്കുതർക്കത്തിൽ വന്നെത്തി. അതിനുശേഷം വല്ലപ്പോഴും മാത്രം അവൾ വീട്ടിൽ വന്നു പോയിരുന്നു. അപ്പോഴും സത്യന് ആകെയുള്ള പ്രതീക്ഷ പല്ലവിയായിരുന്നു. അവൾക്കെങ്കിലും താൻ ആഗ്രഹിക്കുന്ന പോലെ നല്ലൊരു ജീവിതം ഉണ്ടായി കൊടുക്കണം. അതിനുവേണ്ടി അവളെ എത്ര വേണമെങ്കിലും പഠിപ്പിക്കാമെന്നായിരുന്നു സത്യൻ്റെ മനസ്സിൽ. +2 പഠിക്കുമ്പോൾ തന്നെ നാട്ടിലെ തന്നെ അറിയപ്പെടുന്ന നളന്ദ എന്ന ട്യൂഷൻ സെൻറ്ററിൽ അവൾ പോയിരുന്നു. അതെല്ലാം സത്യൻ്റെ നിർബന്ധമായിരുന്നു. സത്യൻ്റെ കൂട്ടുകാരൻ വിജയൻ്റെ സ്ഥാപനമായതുകൊണ്ട് തന്നെ പല്ലവിക്ക് ഫീസിൽ അല്പം ഇളവുണ്ടായിരുന്നു. പിന്നെ കുഴപ്പമില്ലാതെ നന്നായി പഠിക്കുന്നത് കൊണ്ട് തന്നെ അവളെ അവർക്കും കാര്യമായിരുന്നു. വിജയന് 2 മക്കൾ, ഒരാണും ഒരു പെണ്ണും. അതിൽ മൂത്തത് അമലയുടെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഇളയവൻ അരവിന്ദ് ഡിഗ്രി കഴിഞ്ഞ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയം. ആ ഇടയ്ക്കാണ് +2 ഫൈനൽ എക്സാം നടക്കാൻ പോകുന്ന സമയത്ത് എക്സാമിന് മുന്നേ സ്കൂളിൽ നിന്നും സ്റ്റഡി ലീവ് കിട്ടിയത് കൊണ്ട് ട്യൂഷൻ സെൻറ്ററിൽ നിന്നും എല്ലാവരും തൊട്ട് ഈവനിങ് വരെ ക്ലാസ് ഉണ്ടെന്ന് വിജയൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ പല്ലവിയും അർച്ചനയും സൂര്യയും ഒരുമിച്ചാണ് ക്ലാസ്സിന് പോയിരുന്നത്. മാത്സ് പഠിപ്പിക്കുന്ന സുഗുണൻ സാറിൻ്റെ വൈഫിന് വയ്യാത്തത് കൊണ്ട് അയാൾ ലീവായിരുന്നു. പകരം അയാൾക്ക് വേണ്ടി പഠിപ്പിക്കാൻ വന്നത് വിജയൻ സാറിൻ്റെ മകൻ അരവിന്ദ് ആയിരുന്നു. വിജയൻ്റെ നിർബന്ധം കാരണമാണ് അരവിന്ദ് പഠിപ്പിക്കാൻ വന്നത്. സുഗുണൻ സാറിനേക്കാൾ നന്നായി അവൻ പഠിപ്പിക്കുന്നത് കൊണ്ട് തന്നെ വേഗം മനസ്സിലാവുമായിരുന്നു. ഒരു ദിവസം അരവിന്ദ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറകിലത്തെ ബെഞ്ചിൽ തൻ്റെ 2 കൂട്ടുകാരികൾക്ക് നടുവിലിരിക്കുന്ന പെൺകുട്ടി അവരോട് ക്ലാസ് ടൈമിലും ഇരുന്ന് സംസാരിക്കുന്നതായി കണ്ടു. ശരിക്കും ആ സമയത്താണ് അരവിന്ദ് പല്ലവിയെ ശ്രദ്ധിക്കുന്നത് പോലും. ഒരു ഓറഞ്ചും പച്ചയും ചേർന്ന ധാവണിയാണ് വേഷം. മുടി 2 സൈഡിൽ നിന്നും പിന്നിക്കെട്ടി ഫ്രണ്ടിലേക്ക് ഇട്ടിട്ടുണ്ട്. കാതിലൊരു സിൽവർ റിങ്, കഴുത്തിൽ വെള്ള മുത്തുമാല, നെറ്റിയിൽ ഒരു കറുത്ത കുഞ്ഞു പൊട്ടും സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അവളുടെ സംസാരത്തിനൊത്ത കണ്ണുകളും ചുണ്ടുകളും ചലിക്കുന്നത് കാണുമ്പോൾ തന്നെ എന്തോ അവൾക്കടുത്തേക്ക് ചെല്ലാൻ അവൻ്റെ മനസ്സ് അവനോട് തന്നെ പറയും പോലെ തോന്നി. അരവിന്ദ് അവളുടെ അടുത്തേക്ക് ചെന്നു. തങ്ങൾക്ക് മുൻപിൽ ആരുടെയോ സാമീപ്യം അറിഞ്ഞതും പല്ലവിയും അർച്ചനയും സൂര്യയും ഒരുമിച്ച് മുൻപിലേക്ക് നോക്കി. അപ്പോഴാണ് അവരെ തന്നെ നോക്കി കൈകൾ മുന്നിലേക്ക് കെട്ടി നിൽക്കുന്ന അരവിന്ദനെ കാണുന്നത്. 3 പേരും ഇരുന്നിടത്തു നിന്നും ഒരുമിച്ച് എഴുന്നേറ്റ് അവനെ നോക്കാതെ കുനിഞ്ഞു നിന്നു. എല്ലാ കുട്ടികളും അവരെയും അരവിന്ദനെയും മാറി മാറി നോക്കുന്നുണ്ട്. അരവിന്ദ് അവൻ്റെ ഒരു കൈയെഴുത്ത് അവർക്ക് മുൻപിലെ ഡെസ്കിൽ തട്ടുമ്പോഴാണ് 3 പേരും ഒരുപോലെ അവനെ നോക്കുന്നത്. അപ്പോഴും അവൻ്റെ കണ്ണ് പല്ലവിയിലായിരുന്നു.
സംസാരം കഴിഞ്ഞോ നിങ്ങളുടെ? അവരൊന്നും മിണ്ടാതെ ഇമവെട്ടാതെ അവനെ തന്നെ നോക്കി നിന്നു. ഞാൻ ഇവിടെ കിടന്ന് വെള്ളം തൊടാതെ നാക്കിട്ട് ഓരോന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാ, അല്ലാതെ എനിക്ക് വേണ്ടിയിട്ടല്ല. എന്നാൽ അത് ശ്രദ്ധിച്ചിരിക്കുമോ? അതുമില്ല. നിങ്ങൾ പഠിക്കാൻ തന്നെയാണോ വരുന്നത്, അതോ വേറെന്തെങ്കിലും വേണ്ടിയിട്ടാണോ? അപ്പോഴും അവർ 3 പേരും ഒരുപോലെ മൗനത്തിൽ തന്നെയായിരുന്നു. ഞാൻ എന്തേലും ചോദിക്കുമ്പോൾ ഓർക്കും നാക്കില്ല, അല്ലാത്തപ്പോൾ 100 നാവും. അത്രയും പറഞ്ഞ ശേഷം അവരോട് ഇരിക്കാൻ പറഞ്ഞു. ഇനി എൻ്റെ ക്ലാസ്സിലിരുന്ന് സംസാരിക്കുന്നത് കാണരുത്. അതുമല്ല, നിങ്ങൾ 3 ആളും എൻ്റെ ക്ലാസ്സിൽ ഒരുമിച്ചിരിക്കണ്ട, കേട്ടല്ലോ? അത്രയും പറഞ്ഞ ശേഷം പല്ലവിയെ മുന്നിലത്തെ ബെഞ്ചിൽ കൊണ്ടിരുത്തി. അന്നു മുതൽ അരവിന്ദിൻ്റെ ക്ലാസ്സിൽ പല്ലവിയുടെ സ്ഥാനം മുന്നിലായിരുന്നു. ക്ലാസ് കഴിഞ്ഞു പോകുമ്പോഴും ക്ലാസ്സിലിരിക്കുമ്പോഴും അരവിന്ദിൻ്റെ നോട്ടം അവളിലേക്ക് വന്നിരുന്നു. എന്നാൽ അവൾ അതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. അർച്ചനയും സൂര്യയും അരവിന്ദിൻ്റെ നോട്ടത്തിൽ അവളോട് അവനെന്തോ ഉള്ളതായി തോന്നിയെന്ന് പറയുമ്പോഴും അവൾ അങ്ങനെയൊന്നും നിങ്ങൾക്ക് വെറുതെ തോന്നുന്നതാന്ന് പറഞ്ഞു. ഒരു ദിവസം പഠിപ്പിക്കാൻ നേരം അവളുടെ പുസ്തകമാണ് അയാൾ പഠിക്കാനെടുത്തത്. ക്ലാസ് കഴിഞ്ഞു പോകുമ്പോൾ അവളുടെ ടെക്സ്റ്റ് ബുക്ക് കൊടുക്കാതെ അരവിന്ദ് കൊണ്ടുപോയിരുന്നു. വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ തൻ്റെ പുസ്തകം അരവിന്ദിൻ്റെ കയ്യിൽ നിന്ന് മേടിക്കാൻ സ്റ്റാഫ് റൂമിലേക്ക് പോകാൻ നിൽക്കുമ്പോൾ അതുമായി അവൻ അവളുടെ അരികിലേക്ക് വന്നു. അരവിന്ദിൻ്റെ കയ്യിൽ നിന്നും തൻ്റെ പുസ്തകം വാങ്ങി സൈക്കിളിൽ പോകുന്ന പല്ലവി അവൻ കണ്ണെടുക്കാതെ നോക്കി നിന്നു. വീട്ടിലെത്തി കുളിച്ചതിന് ശേഷം അച്ഛനും അവൾക്കും വേണ്ട ആഹാരമെല്ലാം ഉണ്ടാക്കി വെച്ചതിന് ശേഷം പഠിക്കാൻ വേണ്ടി പുസ്തകം തുറക്കുമ്പോൾ അതിൻ്റെ നടുവിൽ ഒരു പേപ്പർ ഇരിക്കുന്നതായി കണ്ടു. അവൾ വേഗം അതെന്താണെന്ന് തുറന്നു നോക്കി. പ്രിയപ്പെട്ട പല്ലവിക്ക്, എനിക്ക് ലെറ്റർ എഴുതിയൊന്നും അധികം പരിചയമില്ല. അതുകൊണ്ട് തന്നെ എങ്ങനെ എഴുതി തുടങ്ങണമെന്നും അറിയില്ല. ഇയാളെ ആദ്യം ഞാൻ ശ്രദ്ധിക്കുന്നത് തന്നെ എൻ്റെ ക്ലാസ്സിലിരുന്ന് സംസാരിക്കുന്നത് കാണുമ്പോഴാണ്. അന്നു തൊട്ട് തന്നോട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ള എന്തോ ഒരിഷ്ടം എൻ്റെ മനസ്സിൽ കടന്നുകൂടിയിരുന്നു. തന്നോട് നേരിൽ പറയണമെന്ന് കരുതിയതാ. പക്ഷേ തൻ്റെ കൂടെ എപ്പോഴും മറ്റു 2 വാലുകൾ ഉള്ളതുകൊണ്ട് പറയാൻ പറ്റിയില്ല. തന്നെ എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. തൻ്റെ പഠിത്തം കഴിയുമ്പോൾ അച്ഛനെയും കൂട്ടിക്കൊണ്ട് ഞാൻ തന്നെ വന്ന് ചോദിച്ചോളാം. തനിക്കെന്നെ തിരിച്ചിഷ്ടമാണെങ്കിൽ നാളെ കറക്റ്റ് രാവിലെ 8 മണിക്ക് കൃഷ്ണൻ്റെ അമ്പലത്തിൽ വരണം. ഞാൻ അവിടെ കാണും എന്ന് പല്ലവിയുടെ മാത്രം അരവിന്ദേട്ടൻ. അത് വായിച്ചു കഴിഞ്ഞതും പല്ലവിയുടെ ചുണ്ടുകളിൽ ഒരു പുഞ്ചിരി നിറഞ്ഞു. പിറ്റേന്ന് രാവിലെ അരവിന്ദ് കൃഷ്ണൻ്റെ അമ്പലത്തിൽ തൊഴുത് അവിടെയുള്ള ആൽത്തറയിൽ പല്ലവിയെ കാത്തിരുന്നു. 8 മണി കഴിഞ്ഞിട്ടും അവളെ കാണാതായപ്പോൾ തിരിച്ചു പോകാൻ തുടങ്ങിയതും കൃഷ്ണനെ തൊഴുത് പുറത്തേക്ക് വരുന്ന പല്ലവിയെ കണ്ടതും അവൻ്റെ കണ്ണുകൾ വിടർന്നു. തൻ്റെ എതിരെ നിൽക്കുന്ന അരവിന്ദനെ കണ്ടതും അവളുടെ കാലുകൾ നിശ്ചലമായി. അവൾ അവിടെ തന്നെ തറഞ്ഞു നിന്നു. അവൾക്കടുത്തേക്ക് പാഞ്ഞു വന്നു അരവിന്ദൻ. അപ്പോൾ തനിക്കെന്നെ ഇഷ്ടമാണല്ലേ? അങ്ങനെ കരുതിക്കോട്ടെ ഞാൻ. അതിനവൾ ഒരു നിറഞ്ഞ മനസ്സോടുകൂടി ഒരു ചിരിയാണ് നൽകിയത്. ആ ചിരിയിൽ തന്നെ അവളുടെ സമ്മതം വ്യക്തമായിരുന്നു. അവിടെ മുതൽ അങ്ങോട്ട് അരവിന്ദൻ്റെയും പല്ലവിയുടെയും പ്രണയം പൂത്തുലഞ്ഞു. പല്ലവി നല്ല മാർക്കോടെ +2 പാസ്സായിരുന്നു. അവളുടെയും അരവിന്ദൻ്റെയും പ്രണയത്തിന് ചുക്കാൻ പിടിച്ച് കൂടെ ഉണ്ടായിരുന്നു അർച്ചനയും സൂര്യയും. ഡിഗ്രിക്ക് 3 പേർക്കും ഒരേ കോളേജിൽ തന്നെ അഡ്മിഷനും കിട്ടി. അങ്ങനെ അവരുടെ കോളേജ് ജീവിതം അടിച്ചു പൊളിച്ച് ജീവിച്ചു. പല്ലവി ഡിഗ്രി ലാസ്റ്റ് ഇയർ പഠിക്കുന്ന സമയം പവിത്ര തൻ്റെ കരിയർ കൂടുതൽ ഉറപ്പുള്ളതാക്കാൻ ശരീരം തന്നെ വിറ്റു. അതിൻ്റെ പ്രതിഫലമായി ഒരു കുഞ്ഞു ജീവൻ അവളിൽ മുളപൊട്ടി. അബോർഷൻ ചെയ്യാൻ നോക്കിയെങ്കിലും അതിനു ശ്രമിച്ചാൽ അത് പവിത്രയെ ആരോഗ്യത്തെ തന്നെ പിന്നെ ബാധിച്ചു എന്ന് വരാം. അവസാനം കുഞ്ഞിനെ ആരും അറിയാതെ പ്രസവിച്ചതിനു ശേഷം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അതുവരെ തൻ്റെ വീട്ടിൽ നിൽക്കാമെന്നും കരുതി. പവിത്ര ആരിൽ നിന്നോ ഗർഭം ധരിച്ചു എന്ന വാർത്തയറിഞ്ഞതും സത്യന് നെഞ്ചിരിപ്പ് കൂടി. ഇത് പുറം ലോകം അറിഞ്ഞ തൻ്റെ പല്ലവിയുടെ ഭാവി ജീവിതം തകരുമോ എന്ന പേടി മാത്രമായിരുന്നു അയാളിൽ. അവസാനം അവളെ ഓർത്ത് ആ ഹൃദയം പിടഞ്ഞു പിടഞ്ഞ് നിശ്ചലമായി. പല്ലവിക്കെന്ന് ആകെ ഉണ്ടായിരുന്ന ആശ്രയമായിരുന്നു അച്ഛൻ. അച്ഛൻ മരിച്ചതോടെ അവൾ ഒറ്റപ്പെട്ടു. ആരോടും മിണ്ടാതെ കുറേ നാൾ ഒഴിഞ്ഞു മാറി ജീവിച്ചു. അപ്പോഴും അരവിന്ദ് അവൻ അവൾക്കൊപ്പമുണ്ട് എന്ന് പറഞ്ഞ് അവളെ ചേർത്ത് നിർത്തി. ഒപ്പം അവളുടെ 2 സ്നേഹനിധിയായ കൂട്ടുകാരികളും. പവിത്രയുടെ ഗർഭകാല പരിചരണയെല്ലാം തന്നെ പവി ചെയ്തു. അവസാനം ഒരു കുഞ്ഞു മാലാകയെ തന്നെ പവിത്ര പ്രസവിച്ചു. ആ കുഞ്ഞിനെയും പല്ലവി തന്നെയാണ് നോക്കിയത്. കുഞ്ഞിനെ പലയാവർത്തി കളയാൻ നോക്കിയപ്പോഴും പല്ലവി തയ്യാറായില്ല. അവൾ ആ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചു. കുഞ്ഞവിടെ വളർന്ന് അവളുടെ കരിയറിനെ ബാധിക്കുമോ എന്നുള്ള പേടിയായിരുന്നു പവിത്രയ്ക്ക്. ഒരു ദിവസം കുഞ്ഞിനെ നന്നായി പനിക്കുന്നുണ്ടായിരുന്നു.
പവിത്രയോട് ഹോസ്പിറ്റൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ അവൾ കൂട്ടാക്കിയില്ല. അത് ചാവുകയാണെങ്കിൽ ചാവട്ടെ, അതിനെ കളയാനേ സമ്മതിക്കുന്നില്ല നീ. പിന്നെ അതിനെന്തു വന്നാലും എനിക്കെന്താ? ശരിക്കും പല്ലവിക്ക് അവളുടെ ചേച്ചിയെ കൊല്ലാനുള്ള ദേഷ്യം തോന്നി. നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ സ്വന്തം അമ്മ തന്നെ മരിക്കണമെന്ന് പറയുന്നത് കേട്ടതും അവൾക്ക് പവിത്രയോട് അറപ്പ് തോന്നി. പല്ലവി തന്നെ അവളോട് സംസാരിക്കാൻ നിൽക്കാതെ ഒരു ഓട്ടോ വിളിച്ച് അവളുടെ കൂട്ടിന് അർച്ചനയും അവൾക്കൊപ്പം ഹോസ്പിറ്റൽ പോയി. നല്ല പനിയായിരുന്നത് കൊണ്ട് തന്നെ ഒരു ദിവസം കുഞ്ഞിനെ അവിടെ കിടത്തി. പിറ്റേന്ന് വൈകുന്നേരം പല്ലവി മിത്തുമോളെയും കൊണ്ട് വീട്ടിലേക്ക് വരുമ്പോൾ മുൻവശത്തെ വാതിൽ തുറന്നു കിടന്നു. അവൾ കുഞ്ഞുമായി അകത്തേക്ക് വരുമ്പോൾ പവിത്രയുടെ മുറിയിൽ നിന്നൊരു പുരുഷന്റെ സൗണ്ട് കേട്ടു. ആരെന്നറിയാൻ അവിടേക്ക് ചെന്ന് നോക്കിയ പല്ലവി കാണുന്നത് തൻ്റെ ചേച്ചിയെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊണ്ട് മൂടുന്ന അരവിന്ദനെയാണ്. ആ കാഴ്ച കണ്ടതും പല്ലവിക്ക് തൻ്റെ ജീവൻ നഷ്ടമാകുന്നത് പോലെ തോന്നി. അവൾ മിത്തുമോളെയും കൊണ്ട് നിലത്തേക്ക് ഊർന്നു വീണു.